നവകേരള സദസ്സിൽ ഞങ്ങൾ 6 കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് എടത്തല പഞ്ചായത്ത്. പറയാതിരിക്കാൻ വയ്യ. സെക്രട്ടറിയാണ് പക്ക കൈക്കൂലിയ. ഈ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ എപ്പോഴത് പെട്ടത്? ഒരു 2-2.5 വർഷത്തോളം ആയിട്ടുണ്ട് ഇത്. ഞങ്ങളിതിൻ്റെ പിന്നിൽ കേസായിട്ട് നടക്കാൻ 2-2.5 വർഷമായി ഉദ്യോഗസ്ഥരെ കാണൽ. ആദ്യം നമ്മളെല്ലാ ഉദ്യോഗസ്ഥർക്ക് പേപ്പറുകൾ കൊടുത്തിരുന്നു. ഇതൊന്നും നടപടിയാവാണ്ടിരിക്കുകയാണ് ഞങ്ങൾ പിന്നീട് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തേക്കണം. ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ ഒരു 29-7 മാസമാണ് ഇതിന് വിധി വന്നേക്കണം. 2 മാസത്തിലുള്ള തീർപ്പ് വലിപ്പിക്കണമെന്ന്. ഇപ്പോഴും ഏതാണ്ട് 1.5 മാസം ആയിട്ടുണ്ട്. ഇതുവരെ അവർ വന്നില്ല. ഞാൻ ഡെയിലി കളക്ട്രേറ്റിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ 10-ാം തീയതി അവർ റെഡിയായത്. ഈ പ്രസ്തുത വിഷയത്തിൽ ഉൾപ്പെട്ട സ്കൂളിൽ എത്ര നാളായി അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി? സ്കൂൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 10-12 കൊല്ലത്തിൻ്റെ മേളായി അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി കരഭൂമിയിൽ. പക്ഷേ ഈ പാടത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 2-3 2016 അതിൻ്റെ 2016 അതിൻ്റെ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ രേഖകൾ സ്കൂൾ പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ നവീകരണ പ്രവർത്തനം പുതുക്കി പണിയുന്ന സ്കൂൾ നിലവിൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മനഃപൂർവ്വം ആ കുളം നികത്തിക്കളയാൻ വേണ്ടി സർക്കാരിൻ്റെ ഭൂമി കയ്യേറാൻ വേണ്ടി ചെയ്ത പണിയാണ്. ഒരു പുതുക്കി പണിതൽ. അത് തന്നെ. ഇതിൻ്റെ റോഡ് വേറെ ഒരു സ്ഥലത്ത് കൂടിയായിരുന്നു. ഈ പാടത്തേക്കുള്ള റോഡ് വേറെ സ്ഥലത്തേക്കായിരുന്നു. അപ്പോൾ ഈ കുളം മനഃപൂർവ്വം നികത്തിക്കളഞ്ഞാണ്. അക്കാഡമിക് ബ്ലോക്ക് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടേനാ രമേശ് ചെന്നിത്തല 2016 നവംബർ 8-ാം തീയതിയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു വർഷം, ഇപ്പോൾ 8 വർഷത്തോളം ആയിട്ടുണ്ട്. ഈ അവിടെയാണ് പാടത്താണ് ഇത് പണിതേക്കണം. 8 വർഷമായിട്ടുണ്ട്. ഞങ്ങൾ ഇതിന് വിവരാവകാശം വെച്ച പഞ്ചായത്തിൽ ഇതിന് പെർമിറ്റ് കൊടുത്തത് ആര്? ആ കാലഘട്ടത്തിൽ മെമ്പർ ആരായിരുന്നു, ആരായിരുന്നു? ഒന്നിനും മറുപടി ഇല്ല. അറിയില്ല. അതൊരു ശരിയായതല്ല. ഏത് ഉദ്യോഗസ്ഥനാണോ നമ്മുടെ പഞ്ചായത്തിൽ ആയിട്ടിരുന്നത്, അല്ലെങ്കിൽ സെക്രട്ടറി ആയിട്ടിരുന്നത്, അല്ലെങ്കിൽ ഓവർസിയർ ആയിട്ടിരുന്നത്, ആരാണ് ഈ റിപ്പോർട്ടിന്മേൽ സൈൻ ചെയ്തേക്കുന്നത്? ഇത് അറിയേണ്ട ബാധ്യത നമ്മളൊരു സാധാരണക്കാരൻ ഒരു വിവരാവകാശം വെച്ച് കഴിഞ്ഞാൽ ആ വിവരാവകാശത്തിന് ഇല്ല എന്നും പറഞ്ഞ് ഈ അടുത്ത കാലത്ത് ഇതിന് മറുപടി വന്ന ഇവിടുത്തെ പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഈ പഞ്ചായത്തിൽ എന്തായിരിക്കും സ്ഥിതി? എടത്തല പഞ്ചായത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് എടത്തല പഞ്ചായത്ത്. പറയാതിരിക്കാൻ വയ്യ. അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യസ്ഥതയാണ്. കാരണം ആർക്കും അവിടെ കയറാൻ പാടില്ല. വന്ന ഉദ്യോഗസ്ഥന്മാർ സാധാരണക്കാരൻ വന്നു കഴിഞ്ഞാൽ അവനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. സെക്രട്ടറിയാണ് പക്ക കൈക്കൂലിയ. അല്ലെങ്കിൽ എന്തിന് ഇദ്ദേഹം എത്ര മാസമായി നമ്മൾ ഈ പേപ്പറുകൾ കൊടുത്തിട്ട്? എത്ര മാസം? ഈ സ്കൂളിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഉണ്ടായ സമയത്ത് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? അവർ ആദ്യത്തിൽ വന്ന് നമുക്കിത് പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ താല്പര്യമില്ല, നമ്മളിത് നിയമപരമായിട്ട് പോയെന്ന് പറഞ്ഞ ലെവലിൽ പറഞ്ഞു. അങ്ങനെ ഇരിക്കുക എൻ്റെ വീട്ടിൽ അവിടെ നിന്ന് ഒരു റഷീദ് എന്ന് പറഞ്ഞൊരു കക്ഷി വന്നിരുന്നു. ഞങ്ങൾ ഒരു ഗ്യാങ് ഉണ്ട്, ഞങ്ങളെല്ലാവരും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ തൃപ്പൂണിത്തറയിൽ നിന്ന് ഇതിൻ്റെ കുറച്ച് പേപ്പർ ഒക്കെ ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ പേപ്പറിൻ്റെ ഒറിജിനൽ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, എല്ലാ ഉദ്യോഗസ്ഥരും സീൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഞങ്ങൾ പറഞ്ഞു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുത്തിട്ടുണ്ട്, നിങ്ങൾ സഹകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തരാം, നിങ്ങൾ അലമ്പാക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞില്ല, ഞങ്ങൾ പൈസ മേടിച്ച് പോകാൻ വേണ്ടി നിൽക്കുന്നതല്ല. നമ്മളിത് ഏതറ്റം വരെ തോറ്റാലും ശരി നമ്മൾ ഏതറ്റം വരെ പോകും തീർത്തും അവരോട് പറഞ്ഞേക്കുന്നതാണ്. ഈ പള്ളിയുടെ പ്രസിഡൻ്റാണെങ്കിൽ ഒരു കലീൽ എന്ന് പറഞ്ഞ ഇക്കായാണ്. ഞാൻ ഇക്കടെ വീട്ടിൽ കൊണ്ട് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. ഇതെല്ലാം തട്ടിപ്പാണ്, ഞാൻ ഇത് കേസിന് പോകുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അവിടെ നിന്ന് കരയുണ്ട്. സെക്രട്ടറിയാണ് അവിടുത്തെ ഒരു കാര്യസ്ഥൻ, വലിയ എല്ലാത്തിനും വലുത് സെക്രട്ടറിയാണ്. എന്നാൽ 2012 കുതിരാങ്കേറ്റത്ത് ഒരു റോബറി കേസിലെ പ്രതിയാണ് ഈ സെക്രട്ടറി. ഈ സ്കൂൾ ഇപ്പോൾ ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? ഒരു ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലാണ് നമ്മുടെ അറിവിൽ. ഇവർ പറയണ പള്ളിയുടെ സ്കൂളാണെന്ന് പറയണം. നമ്മൾ വിവരാവകാശം വെച്ച് കിട്ടിയതിൽ ട്രസ്റ്റാണ്. 7 പേരാണോ 9 പേരാണോ ട്രസ്റ്റിൻ്റെ കീഴിലാണ് സ്കൂൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ വിവരാവകാശം വെച്ചാൽ തന്നെ ശരിക്കും വിവരങ്ങൾ നമുക്ക് തരുന്നില്ല. അത് എവിടെ വച്ചാലും ഈ സ്കൂളിൻ്റെ കേസിൽ, ഈ ഒരു സ്കൂളിൻ്റെ കേസിൽ എവിടെ വച്ചാലും ഇതിൻ്റെ ഉള്ളുകളി എന്താണെന്നുള്ളത് ഒരാൾക്കും ഒരു പിടുത്തമില്ല. കാരണം എല്ലാവരും നമ്മൾ വിവരാവകാശം വയ്ക്കും, അതിന് നേരെ വിപരീതമായിട്ടുള്ള മറുപടികളാണ് കിട്ടുന്നത്. വേറെ ഏത് സ്ഥലത്ത് നമ്മളൊരു വിവരാവകാശം വെച്ച് കഴിഞ്ഞാൽ അതിൽ തക്കതായ എന്തെങ്കിലും ഒരു പേപ്പർ കിട്ടും. ആ ഇരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ചോ ആ സ്കൂളിനെ കുറിച്ചോ എന്ത് വെച്ചാലും ഒരു മറുപടിയില്ല. അതെന്താണെന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിട്ടുവീഴ്ച ഈ കേസിൽ നടക്കുന്നുണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ? ഉദ്യോഗസ്ഥർ അവർക്ക് അനുകൂലമായിട്ട് തന്നെയാണ് എല്ലാ കാര്യത്തിലും നിൽക്കണം. ഞങ്ങൾ ഒരുപാട് പഞ്ചായത്തിൽ ഇപ്പോൾ ഒരുപാട് ലെവൽ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വരുന്നത്. പഞ്ചായത്തിലാണ് കേട്ടോ അതധികം. നമുക്ക് ഏറ്റവും കൂടുതൽ പഞ്ചായത്തിലാണ്. വില്ലേജിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ വിവരാവകാശം വെച്ചു, അതിൻ്റെ രേഖകൾ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടി.
കിട്ടിയതിൻ്റെ പേരിൽ ഇവർക്കൊന്നും ചെയ്യാതെ പറ്റിയത്. ഒരു 1.5 കൊല്ലം മുമ്പ് ഞങ്ങൾ വിവരാവകാശം എടുത്ത് വെച്ച എല്ലാത്തിൻ്റെയും ഇത് എന്തിനാണ് എടുക്കണമെന്നൊന്നും ഒരു ഉദ്യോഗസ്ഥന്മാർക്കും അറിയില്ലായിരുന്നു. അത് പഞ്ചായത്തിൽ നിന്നും തഹസിൽദാരുടെ അടുത്തുനിന്നും RDO നിന്നും ഇവിടുന്നും എല്ലാം നമ്മൾ രേഖകൾ എടുത്തതിന് ശേഷമാണ് പിന്നെ പരാതികളായിട്ട് പോയത്. നമ്മൾ ഫസ്റ്റ് ടൈം ഇത് എല്ലാത്തിൻ്റെയും വിവരാവകാശം വെച്ച് അപ്പോൾ ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു നമ്മളിത് കേസിന് വേണമെന്ന് അറിയില്ല. അതിൻ്റെ പേരിൽ എല്ലാവരും കറക്റ്റായിട്ട് തന്നു ഒരുപാട് പേപ്പറുകൾ. നമ്മൾ RDO ഓഫീസിലേക്ക് ഒരുപാട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയും അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. നവകേരള സദസ്സിൽ ഞങ്ങൾ 6 കേസ് കൊടുത്തിട്ടുണ്ട്. ഈ നവകേരള സദസ്സിൽ പരാതികൾ വേഗം തീർപ്പാക്കുന്നാണ് പറയുന്നത്. എന്തെങ്കിലും തീർപ്പാക്കിയിട്ടുണ്ടോ? ഒരു തീർപ്പാക്കിയിട്ടില്ല. ഒരു കാര്യത്തിന് പോലും ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഒരിക്കൽ ഈ കഴിഞ്ഞ മാസത്തിൽ എന്നെ ഒരു അവധി ദിവസം വൈകിട്ട് വിളിച്ചിരുന്നു. ഒരു അദാലത്തുണ്ട് രാജീവായിട്ട് മിനിസ്റ്റർ രാജീവായിട്ടൊരു അദാലത്തുണ്ടെന്നും പറഞ്ഞ് ഇടത്തല പഞ്ചായത്തിലെ ഏതൊരു ഉദ്യോഗസ്ഥൻ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു 7 മണിക്ക് വിളിച്ച് നാളെ രാവിലെ 10 മണിക്ക് വരാൻ പറഞ്ഞ് ഞങ്ങളെങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചപ്പോൾ താങ്കൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരാളെ വിട്ടാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല. നമുക്ക് 2 ദിവസം മുമ്പേലും അറിയണം. എൻ്റെ സർജറി ഒരെണ്ണം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, രാജഗിരിയിലായിരുന്നു. ഇപ്പോൾ ഈ കുളം നികത്തി എന്ന് പറഞ്ഞു, ഈ കുളം നികത്തിയതിൻ്റെ അവർ കൊടുക്കുന്ന കാരണം എന്താണ്? അവർ കൊടുക്കുന്ന കാരണം ഇടത്തല പഞ്ചായത്തിൽ അവർ കൊടുത്തൊരു അവരുടെ അഡ്വക്കേറ്റ് സാജിദ് സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ മേഡം കൊടുത്തിരിക്കുന്നത് 2000 കാലഘട്ടത്തിൽ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് ചാടി കുളം നികന്നെന്നാണ്. അതിൻ്റെ ഭാഗത്ത് മണ്ണിടിയാനുള്ള എന്തെങ്കിലും വസ്തുതയുണ്ട്? അവിടെ മണ്ണിടിയാനും ഒന്നുമില്ല. അതൊക്കെ വെറുതെ അവരൊരു കാരണങ്ങൾ ഉണ്ടാക്കുന്നതാണ്. 2000 കാലഘട്ടത്തിൽ മണ്ണിടിഞ്ഞു എന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ എപ്പോഴാണ് ശരിക്കും കുളം നികന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധത്തിൽ? 2016 2-ാം മാസം വരെ ഉണ്ടെന്നുള്ള സാറ്റലൈറ്റ് സർവേയിലുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി സാറ്റലൈറ്റ് സർവേ എടുത്താണ്. ഞാനും പ്രായംകുട്ടിയും കൂടിയും പോയാണ് എടുത്തത്. സാറ്റലൈറ്റ് സർവേയിലുള്ളതാണ്. 2016 2-ാം മാസം വരെ കുളമുണ്ട്. കുളം അവർ മൂടി. ഇപ്പോൾ കുളം ഇരിക്കുന്ന സ്ഥലത്ത് എന്താണുള്ളത്? അവിടെ ഒരു വഴി അയക്കാം, സ്കൂളിലേക്കുള്ള മെയിൻ എൻട്രൻസ് ആക്കി. ജസ്റ്റ് സൈഡിൽ കൂടെ ഇരുന്ന എൻട്രൻസ് അവർ അത് വ്യൂ സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടിയാണ് കുളം മൂടിയത്. അൽഹിന്ദ് പബ്ലിക് സ്കൂൾ പേങ്ങാട്ടുശ്ശേരി എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ ഈ സ്കൂളിൽ വഖഫ് ബോർഡുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ സ്കൂള് പള്ളിയുടെ സ്കൂളാണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ രേഖ നേരത്തെ കാണിച്ചു തരുന്നത് കണിയാമ്പുറത്ത് അഹമ്മദ് കുഞ്ഞ് മീദീൻ എന്ന ആളുടെ പേരിലായിരുന്നു. ഈ കഴിഞ്ഞ വർഷം 7-ാം മാസമാണ് ഇവിടുന്ന് പോക്കുരുവ് ഇത് കിട്ടി. അങ്ങനെ നമ്മൾ വിവരാവകാശം വെച്ചപ്പോഴും മരിച്ച 3 തലമുറ കഴിഞ്ഞേക്കുന്നതാണിത്. എന്തായാലും ഇത് ആധാരം ചെയ്യണമെങ്കിൽ അവരുടെ ഒരുപാട് ആളുടെ രേഖകൾ വേണം. ഇത് അപ്പോൾ ഞാൻ വില്ലേജിൽ വെച്ചപ്പോൾ തഹസിൽദാറിൻ്റെ പ്രത്യേക ഓർഡറോടുകൂടിയാണ് ചെയ്തതെന്ന് പറഞ്ഞ് തഹസിൽദാറിൻ്റെ അടുത്തുനിന്ന് എനിക്ക് വന്നേക്കണത് ഇവിടെ ഒരു രേഖകളും ഇല്ല എന്നാണ്. പ്രത്യേകം ഓർഡർ പിന്നെ ഇടുമ്പോൾ അതിലെന്തോ അഴിമതി ഉണ്ടല്ലോ. കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കാക്കനാട് നമ്മളൊരു 2-3 ഇവിടെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ഞാൻ കളക്ട്രേറ്റിൽ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്തൊന്നും നമ്മൾ ഇതുവരെയും വിളിച്ചിട്ടില്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ അനാസ്ഥ തുടരുന്നതെന്ന് വിശ്വസിക്കുന്നത്? അവരിത് ആരുമില്ല ചോദിക്കാൻ. ഞങ്ങൾ ചോദിച്ചിട്ട് എൻ്റെ ആ പള്ളിയിലെ അംഗത്തുള്ള ആളെ എൻ്റെ മാസവരി വരെ അവർ ക്യാൻസൽ ചെയ്ത്. ഈ നിൽക്കണ മിക്ക വ്യക്തികളുടെ മാസവരി ക്യാൻസൽ ചെയ്തേക്കെന്താ എന്താ വെച്ചാൽ ഇവരായിട്ട് നമ്മൾ പ്രതികരിക്കണം. എൻ്റെ പേരിൽ അവരൊരു റാക്കറ്റാണ്. അവർ 16 വർഷമായിട്ട് അവർ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം ഒരു ഇലക്ഷൻ ഉണ്ടായി. നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ചാൾ നിന്ന് അത് തോറ്റുപോയി. അതിനുശേഷം അവർ വന്ന് നമ്മളെല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊക്കെ ആൾക്കാരാണ്. അതിന് കഴിഞ്ഞ അഡ്മിഷൻ സംബന്ധമായിട്ട് ഒരു കുട്ടിക്ക് ജമാഅത്തിൽപ്പെട്ടൊരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തില്ല. അതിൻ്റെ കാരണം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ് താമസം വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. കുട്ടിയുടെ ഫാദർ 3ാമത് അവിടെ ചെന്നപ്പോൾ പള്ളിയുടെ സെക്രട്ടറി അലി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ വ്യക്തി പറഞ്ഞ് നിങ്ങൾ ഈ ഇവിടുത്തെ വിഷയങ്ങൾക്കൊക്കെ എന്ത് കണ്ടാലും പ്രതികരിക്കുകയാണ്. ഇനി എഴുതി തരണം, ഇവിടുത്തെ ഒരു കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ് എഴുതി തരണമെന്ന് പറയും. തെറ്റ് കണ്ടാൽ നമുക്ക് പ്രതികരിക്കാൻ പാടില്ല. പിന്നെ അവിടുത്തെ പ്രിൻസിപ്പൾ ഹൈക്കോടതിയിൽ ആ കുട്ടിയുടെ ഫാദർ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. കുട്ടിക്ക് 4 വയസ്സായിട്ടുണ്ടായുള്ളൂ. 6 വയസ്സ് തൊട്ടാണ് നിർബന്ധിത വിദ്യാഭ്യാസം. അത് കാരണം അഡ്മിഷൻ കിട്ടിയില്ല. കുട്ടി അവിടെ ജ്യോതി പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. കുട്ടിക്ക് എതിരായിട്ട് കുട്ടിയുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ഈ കുട്ടിയുടെ ഫാമിലി വളരെ മോശമാണ്, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൽ കയറി വഴക്കുണ്ടാക്കുന്നതൊക്കെ പറഞ്ഞ് വെറുതെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഈ തവണത്തെ 10ലെ റിസൾട്ടിൽ A1 അൽഹിന്ദ് പബ്ലിക് സ്കൂളിന് ഒരു A1 ഉള്ളൂ. അവരുടെ ഫ്രണ്ടിൽ 2 A1ൻ്റെ ഫ്ലെക്സ് വെച്ചപ്പോൾ ഞാൻ അതിൽ ഒരു A1ൻ്റെ കുട്ടി ഇല്ലാത്ത കുട്ടിയുടെ മാർക്ക് ലിസ്റ്റ് ഞാൻ എടുത്തപ്പോൾ അതിൽ മലയാളത്തിന് 97 96 ഉള്ളൂ. അപ്പോൾ ഞാൻ പ്രിൻസിപ്പളെ വിളിച്ചു, അൽഹിന്ദിലെ പ്രിൻസിപ്പളെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. പ്രിൻസിപ്പൾ പറഞ്ഞാൽ ഇയാൾക്ക് കോമൺ സെൻസ് ഇല്ലേ, 96 മാർക്കുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് A1. ഈ തവണ CBSEയിൽ ഞാൻ
അതിൻ്റെ ബന്ധപ്പെട്ടപ്പോൾ 98 മാർക്ക് ഉണ്ടെങ്കിലാണ് A1 ഉള്ളൂ. എന്നിട്ട് ആ പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് A1 ഉണ്ട്, 2 കുട്ടിക്ക് ഉണ്ടെന്നൊക്കെ A1 ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞങ്ങളില്ലാന്ന് തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കൊച്ചു കുട്ടികളതിൻ്റെ പേരിൽ നമ്മൾ അത് പ്രതികരിച്ചില്ല. ഇപ്പോൾ പ്രധാന വിഷയം ഈ പാടം കയ്യേറിയത്, ശരിക്കും പാടം എന്ന് പറയുന്നത് ഈ കൃഷിഭൂമിയാണ്. കൃഷിഭൂമി ഇപ്പോൾ പുരയിടത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും കൺസ്ട്രക്ഷൻസ്, പട്ടിക്കൂടാണെങ്കിൽ പോലും വെക്കാൻ പറ്റുള്ളൂ. 3 നില ബിൽഡിംഗ് ഈ കൃഷി നിലത്തിൽ എങ്ങനെയാണ് വന്നത്? അതിനെക്കുറിച്ച് ഞങ്ങൾ വിവരാവകാശം വച്ചിരുന്നു. വിവരാവകാശം വച്ചപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് പെർമിറ്റ് കൊടുത്ത ആര്, ഏത് കാലഘട്ടത്തിൽ പെർമിറ്റ് കൊടുത്തത് ആരാണ്, അവിടുത്തെ മെമ്പർ ആരാണ്, എല്ലാ രേഖകളും വെച്ച് ആരെ സന്ദർശിച്ച, ഇതിനൊന്നും അവിടെ ആൻസർ ഇല്ല എന്നാണ് പറയുന്നത്. ഇടത്തല പഞ്ചായത്തിൽ അവർ ബിൽഡിങ്ങിൻ്റെ നമ്പർ വയ്ക്കാൻ നേരത്തെ അവർ ഫസ്റ്റ് പണിതേണ കരഭൂമി പണിതേണ ബിൽഡിങ്ങിൻ്റെ നമ്പർ ഇത് തന്നെ അങ്ങോട്ട് ജമാഅത്തിന് സെക്രട്ടറി പ്രസിഡന്റ് എന്നും പറഞ്ഞ് മാറ്റിമറിച്ചത് തന്നെ. KCBയിലും ചെറിയ തട്ടിപ്പ് അവർ നടത്തിയിരുന്നു. അതിന് KCBയിലും നമ്മൾ ചെറിയൊരു പ്രതിഷേധമൊക്കെ നടത്തിയതാണ്. അല്ല, ഇപ്പോൾ ഈ സാറ്റലൈറ്റ് സർവേ ആണ് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള പ്രധാന തെളിവ്. സാറ്റലൈറ്റ് സർവേ ഉണ്ട്, VTR ഉണ്ട്, സാറ്റലൈറ്റ് സർവേ ഉണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥർ തന്നേക്കുന്ന രേഖകളാണ് ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനം. കൃഷിയിടത്തിൽ പണിതൊരു കെട്ടിടത്തിന് എന്തായാലും നികുതി അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നികുതി അടച്ച പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഇവരുടെ കയ്യിലുണ്ടോ? ഇവരിതുവരെ നമ്മുടെ കയ്യിൽ അതിനെക്കുറിച്ചൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല, ഉണ്ടാവില്ലല്ലോ. ബിൽഡിങ്ങിന് പെർമിറ്റ് ഇല്ല. നിങ്ങൾക്ക് ആ സ്ഥലം പാടമാണെന്നുള്ളതിന് ഇവിടുത്തെ ഈ വില്ലേജ് ഓഫീസിൽ നോക്കിയറിയാം. ഞാൻ അതിൻ്റെ സർവേ നമ്പർ തരാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് നോക്കിയതാണ്. അവർ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഭൂമി തരം മാറ്റം കൊടുത്തിരുന്നു. ഞാൻ അതിന് പരാതിയും കൊടുത്തിട്ടുണ്ട്. കേസിൽ നിൽക്കേണ്ടതാണ്. ഭൂമി തരം മാറ്റാൻ പാടില്ലെന്ന് പറഞ്ഞ് ഞാൻ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഈ സ്കൂള് വഖഫിൻ്റെ കീഴിലാണോ എന്ന് അറിയാൻ വേണ്ടി വഖഫ് ബോർഡിലൊരു ഇത് കൊടുത്തിരുന്നു. വിലാസം വെച്ചപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും വഖഫ് ബോർഡിൽ ഇവർ ഈ സ്കൂളിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇതും അനുമതി മേടിച്ചിട്ടില്ല. വഖഫ് ബോർഡ് അനുമതിയും കൊടുത്തിട്ടില്ല ട്രസ്റ്റ് രൂപീകരിക്കാൻ. വഖഫും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അതാണ് ഇതിൻ്റെ മെയിൻ വിഷയം. ഇവർ പറയുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാക്കാൻ വേണ്ടി പറയും മഹലിൻ്റെ സ്കൂളാണ് മറ്റതാണെന്ന് പറയും. പക്ഷേ തിരിച്ചവിടെ ഒരു ആളുകളെ ചേർക്കുകയോ ചെയ്യുമ്പോൾ ഇവരുടെ കുറച്ചൊരു കമ്മിറ്റി ഉണ്ട്, ഒരു അഡ്വ കമ്മിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ കുറച്ച് ആളുകളാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പ്രായമായ ആളുകളുണ്ട് കമ്മിറ്റിയിൽ. ഈ പ്രായമായ ആളുകൾക്ക് ഒന്നും അറിയില്ല. അവരെ പറ്റിക്കാണ് ഇവർ നിലവിൽ ചെയ്യണം. ഈ അടുത്ത കാലത്ത് ജനുവരി മാസത്തിൽ അവർ സ്ഥലം വിറ്റിരുന്നു. ഇവിടെ പള്ളിക്ക് ഒരു ഫാമിലി കൊടുത്ത സ്ഥലം ജനുവരിയിൽ വിറ്റ് പൊതുയോഗം നടന്നിട്ട് പൊതുയോഗത്തിലൊന്നും ആ കണക്കേ ഇല്ല. 15 ലക്ഷം രൂപ വിറ്റ ആ കണക്കേ ഇല്ല. ഇപ്പോൾ ഒരു സ്കൂൾ കെട്ടിടം എന്ന് പറഞ്ഞാൽ അതിൽ ഫയർ ആൻഡ് സേഫ്റ്റി തൊട്ട് പല സ്ഥലത്തുനിന്നും പെർമിഷൻ വേണം. കാരണം അത്രയും കുട്ടികളെ ഹോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഇത് കാണിക്കുന്നുണ്ട്. അവിടെ ഫസ്റ്റ് ബിൽഡിങ്ങിലേക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ തർക്കത്തിലുള്ള ബിൽഡിങ്ങിലുണ്ടോ ഫയർ ആൻഡ് സേഫ്റ്റി? തർക്കത്തിലുള്ള ബിൽഡിംഗ് ഇപ്പോൾ ഓൾറെഡി ബ്ലോക്കായി കിടക്കാണ്. പിന്നെ 2 നില കെട്ടിടമുണ്ട്, അതിലും ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ടായിട്ട് നമ്മുടെ അറിവിലില്ല. ഇതൊന്നും ഇല്ലാതെ ഒരു സ്കൂൾ കെട്ടിടം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്ത്? ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് നമ്മൾ പരാതി കൊടുക്കുമ്പോൾ ആ പരാതി അന്വേഷിക്കാൻ അല്ലെങ്കിൽ ആ പരാതിയുടെ അടിസ്ഥാനം എന്താണെന്നുള്ളത് ഇവർ വരുന്നില്ലല്ലോ. വന്നാലല്ലേ നമുക്കിത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? ഇനിയുള്ള നടപടി നമ്മുടെ അഡ്വക്കേറ്റ് TV മിനിയാണ്. TV മിനിയായിട്ട് സംസാരിക്കും. എന്നിട്ട് എങ്ങനെയാണ് നിയമ നടപടി. നമ്മൾ കയ്യാങ്കളിക്കില്ല. നമ്മൾ 4-ലും അവർ വൻ റാക്കറ്റാണ്. നമ്മളൊരു 3-4 പേരുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് നിയമം എന്താണോ നിയമം അത്രേ ഉള്ളൂ. അതിന് നമ്മൾ അഡ്വക്കേറ്റായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് മിനിയാണ്, TB മിനി. ആ മേഡമായിട്ട് സംസാരിച്ച് അടുത്ത കാര്യങ്ങളിലേക്ക് പോകും. ഞങ്ങൾ ഓൾറെഡി ഇവരായിട്ട് പ്രതികരിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഈ കൂടിയിരിക്കുന്ന എല്ലാവരും കണ്ട ഇവർ ആരും മാസവരി പള്ളി എടുക്കണല്ല. പള്ളിയുടെ സെക്രട്ടറി പറഞ്ഞാൽ മാസവരി മേടിക്കരുത് ഞങ്ങളുടെ അടുത്തുനിന്ന്. അതങ്ങനെയാണ് നമ്മളെ പുറത്താക്കാനൊക്കെ നോട്ടീസ് തന്നു. നമുക്ക് ആ വിഷയമൊന്നുമില്ല. അതെ, നമ്മുടെ പള്ളിയിലെ പഴയ പ്രസിഡന്റ് വരുന്നത് പഴയ പ്രസിഡന്റാണ് പള്ളിയുടെ മെമ്പറാ. ഇപ്പോഴത്തെ പള്ളിയിലെ ഇതുള്ള ഭരണകർത്താവാണ് അദ്ദേഹം, ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനൊക്കെ. ഇങ്ങനെയൊക്കെ ഇനി നമ്മൾ നിയമ നടപടിയായിട്ട് നമ്മൾ മുന്നിലേക്ക് പോകും. സ്കൂള് നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ പാടത്ത് പണിതിരിക്കണം സ്കൂള് സ്റ്റേ ചെയ്തേക്കുന്നതൊക്കെ കാണിച്ചു തരാം. ഞാൻ വന്ന് കാണിച്ചു തരാം പാടത്ത്. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അഴിമതി നമ്മൾ പഞ്ചായത്തിലും നമ്മൾ സംസാരിക്കാൻ തയ്യാറാണ്. നമുക്ക് ആരുടെയും വിഷയമൊന്നും നമ്മൾ സത്യസന്ധമായിട്ട് മുന്നിലേക്ക് പോകും. ആരും പേടിക്കുന്നില്ല. സത്യസന്ധമായിട്ടാണ് നിയമം എവിടെ അത്രേ ഉള്ളൂ. നമുക്ക് നിയമം നടപടി ആയാൽ മതി. ഇപ്പോൾ തന്നെ കളക്ടർ വരുമെന്ന് പറഞ്ഞിട്ട് ഈ സമയം ഇപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട. ഇതാണ് ഇവർ രാഷ്ട്രീയമായിട്ട് നല്ല പിടിപാടുള്ള കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായിട്ട് ഇവർക്ക് നല്ല പിടിപാടുള്ള അവരോട് ഒത്തു നിൽക്കുകയാണ്. ഇടത്തല പഞ്ചായത്തും ഇടതും വലുതും കൂടിയും ടൈപ്പാണ്. അതാണ് ഇത് പേപ്പർ വാങ്ങൽ മുന്നിലേക്ക് നീങ്ങാത്ത നമ്മുടെ ഭാഗം. നമ്മൾ കോടതി വഴി ഇനിയും പോകും.